ഹായ് ഹലോ. അപ്പോൾ അതാ നമുക്ക് ഞണ്ട് മീൻ വാങ്ങാൻ പോയിട്ട് ഞണ്ടാട് കിട്ടിയിരിക്കണേ. അപ്പം ഞണ്ടിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിങ്ങനെ കറി വെക്കാമെന്നും കൂടെ കാട്ടിത്തരാം. അപ്പോൾ ഞാനിതാ വീട് ക്ലീൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൂടെ ഒരാളും കൂടെ ഹെൽപ്പിന് വന്നിട്ടുണ്ട്. ആരാണ് കാട്ടിത്തരട്ടെ? ഇത് കണ്ടോക്ക്, ഞാൻ തുടക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുക. മിന്നു കൊഞ്ചാനൊന്നും നേരല്ല, കുറച്ച് പണിയുണ്ട് കേട്ടോ. പണി കഴിഞ്ഞിട്ട് കേട്ടോ. കൊഞ്ചാൻ വേണ്ടിയിട്ടാണ് ഈ തല ഇങ്ങനെ നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി 3 ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതിയാവും കുരുമുളക്, വലിയ ജീരകം, പെരുംജീരകം, ഇതുകൂടെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മസാല 1/4 ടീസ്പൂൺ. അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതേ ജാറിലേക്ക് ഒരു പിടി ചെറിയുള്ളി ചതച്ചെടുക്കാം. ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലോട്ടൊരു 3 തക്കാളി അരച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ തക്കാളി അരച്ചെടുത്തു. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളാണ് ഇത്. നമുക്ക് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഞണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. അരപ്പെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ നോക്കാം. അപ്പം ഇനി അടുപ്പ് കത്തിക്കാം. ഈ കമ്മി ആക്കിയിട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചട്ടി നല്ല ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടായ ശേഷം ഇതിലേക്കൊരു കുറച്ച് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില, കറിവേപ്പില എണ്ണ കടന്ന് നല്ല മൂത്ത് വന്ന ശേഷം നമ്മൾ ചതച്ച് വെച്ച ചെറിയുള്ളി അത് നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി നല്ലൊന്ന് എണ്ണയിൽ വഴറ്റി പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കനം കുറച്ചരിഞ്ഞ സവാള അത് ചേർത്ത് കൊടുക്കാം.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ എളുപ്പമൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഈ സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കണേ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല ഗോൾഡ് കളറായിട്ട് വഴഞ്ഞിട്ടിട്ടുണ്ട്. നമ്മൾ 2 പിടി ഇട്ട ഉള്ളി അത് ചുങ്ങി നല്ല കമ്മിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച മസാല, മുളക് പൊടി, എല്ലാ മസാല നമ്മൾ ഇതിലാണ് അരച്ച് വെച്ചത്. ഈ മസാല നമുക്ക് ഇടാം. നമ്മൾ ഗ്യാസ് കമ്മിയാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കാൻ. നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. അതിനുശേഷം നമുക്ക് തക്കാളി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പ്, മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റി കിട്ടണം. നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള നെണ്ട് കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി പറയും ഇവിടെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടെന്ന്. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തെടുക്കുന്നുള്ളൂ. ഇത് നമുക്കിന്ന് അടച്ച് വെച്ചിട്ട് ഒരു തിളപ്പിക്കാം. അതിനുശേഷം നമുക്ക് നെണ്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെണ്ടുകടിൻ്റെ ഗ്രേവി നല്ല തിളക്കണ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതാ തിളച്ച് മേലെ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കഴുകി വെച്ച നെണ്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരും കേട്ടോ. നെണ്ട് കുട്ടികൾക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു നെണ്ട് കറിയാണ്. നല്ലൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ നെണ്ട് കറിയെല്ലാം മസാലയും നെണ്ടുക്കെല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് മല്ലിത്തള ഇട്ടിട്ട് മൂടി വെക്കാം. 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നെണ്ട് കറി റെഡി. അപ്പോൾ നമ്മുടെ നെണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഒരാൾ നെണ്ട് കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആരാണ് കാട്ടിത്തരട്ടെ? ഇതാ ഉണ്ടോ?
ഞാൻ നീണ്ടു വെക്കണ അനുസരിച്ച് എൻ്റെ കാലിലോട്ട് വന്ന് നിൽക്കുക. മിന്നിക്കുട്ടി കണ്ടോ, നോക്കണുണ്ടോ മേലേക്ക്? ആള് റെഡി ആയിരിക്കുക നെണ്ട് കൂട്ടാൻ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നെണ്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. നെണ്ട് കറി കൂട്ടാൻ ഒരാൾ എത്തി. ആ കൂട്ടിക്കോ. എന്നാ അനക്കുള്ള തന്നെ ഇത്. എന്നാ വാങ്ങൂലേ? എന്നാ ഇത് നമുക്ക് താഴെ വെച്ച് കൊടുക്കാം. താഴെ വെച്ച ആളെടുക്കും. പോണതും കൊണ്ട് അതോ അപ്പം അവനക്ക് ഇഷ്ടമായി.